നമസ്കാരം എല്ലാവർക്കും. ഇത് കൊല്ലങ്കോടാണ്. കൊല്ലങ്കോടിനെ കുറിച്ചുള്ള വീഡിയോസ് ഒരുപാട് കണ്ടു കാണും, യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയാസിലുമൊക്കെ. ഇത് അതുപോലത്തെ വേറൊരു വീഡിയോ. ഇത് പക്ഷേ നമ്മൾ മോസ്റ്റ് ഓഫ് ദ വീഡിയോസ് റെയിനി സീസണിൽ എടുത്തിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഗ്രീനറീസും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസായിരിക്കും നമ്മൾ കണ്ടിരിക്കുക. അതുപോലെ ഇത് സമ്മറിലെടുത്തതുകൊണ്ട് സമ്മറിൻ്റേതായിട്ടുള്ളൊരു ബ്യൂട്ടി. ഈ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ തുടക്കത്തിലെടുത്തതാണ്. അപ്പോൾ സമ്മർ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു പകുതി കൊയ്ത നെൽപ്പാടങ്ങളും മറ്റും ഒക്കെ ആയിട്ട് അധികം ഗ്രീനറീസ് ഇല്ലാണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള വ്യൂസൊക്കെയാണ്. ഇത് കണ്ടില്ല, കള്ളഷാപ്പും കാര്യങ്ങളൊക്കെ പാലക്കാടൻ ഗ്രാമീണ വഴികളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാം. സോ വളരെ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു. സോ ഇത് കൊല്ലങ്കോട് എത്തുന്നതിന് മുന്നുള്ള ഒരു പല്ലാവൂര് പല്ലശ്ശന എന്ന് പറയുന്ന സ്ഥലമാണ്. സോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആരും അങ്ങനെ ക്യാമറ വെച്ചുകൊണ്ട് വെറുതെ ഇരിക്കില്ല. കാരണം വളരെ മനോഹരമായിട്ടുള്ള ഫോട്ടോഷൂട്ടിനും വീഡിയോസിനും പറ്റിയ ഒരു ലൊക്കേഷനാണ്. സോ ഇവിടെയുള്ള കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് പല്ലാവൂര് ഒരു ക്ഷേത്രമുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള ക്ഷേത്രം, വാമല ശ്രീ മുരുകൻ ടെമ്പിൾ, ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം. ഇത് മറ്റുള്ള അമ്പലങ്ങളെപ്പോലെ ഒരുപാട് തിരക്ക് പിടിച്ച വളരെ ഡെവലപ്ഡായിട്ടുള്ള അങ്ങനെ ഒരു വലിയ ടെമ്പിളല്ല. പക്ഷേ ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു അമ്പലമാണ്. ഇത് മേളിലോട്ട് കയറി, ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. മേളിലോട്ട് കയറി പോകുന്നതിനങ്ങനെ സ്റ്റെപ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇത് കയറി പോകാവുന്നതാണ് എല്ലാവർക്കും. ഈ പാറയിലൂടെ തന്നെ നമുക്ക് മേളിലോട്ട് പോകണം. സോ ഇത് മറ്റുള്ള ടെമ്പിൾസിനെ പോലെ അമ്പലങ്ങളെ പോലെ ഒരുപാട് പേര് വന്ന് അങ്ങനെ. ഇതാണ് എൻ്റെ എൻട്രൻസ്. നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഏകദേശം ഒരു 4-4:30 ആകുമ്പോഴാണ്, ആഫ്റ്റർനൂൺ. ഇപ്പോൾ ഒരു 5 മണിക്ക് ശേഷമൊക്കെയാണ് ഇതിൻ്റെ നട തുറക്കുന്നത്. കാരണം ഇവിടെ പൂജാരിയും മറ്റും ഇല്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ അമ്പലങ്ങളിൽ ഒരുപാട് ആളുകൾ വന്ന് പ്രാർത്ഥിച്ച് കാണിക്കയിട്ട് ഡൊണേഷൻസൊക്കെ കൊടുത്തിട്ടുള്ള അങ്ങനെയുള്ള റവന്യൂ ഇല്ല ഇവിടെ. ഇവിടെ ആളുകൾ മെയിൻ എത്തുന്നത് ഇങ്ങനെയുള്ള ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെയാണ്. അപ്പോൾ അതിന് പറ്റിയ ലൊക്കേഷനാണ്. പിന്നെ നമ്മൾ ഇവിടെ വേറൊരു സംഭവമുണ്ട്, ഹനുമാൻ പാദം എന്ന് പറഞ്ഞിട്ട്. ഇതൊരു പഴയ മിത്തോളജി ആയിട്ടൊക്കെ ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. പണ്ട് കാലത്ത് രാമായണം നടക്കുന്ന കാലത്ത് ഹനുമാൻ്റെ പാദസ്പർശമേറ്റ സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വച്ചിരിക്കുകയാണ്. അതാണ് ഹനുമാൻ പാദം. സോ ഇവരുടെ മെയിൻ റവന്യൂ എന്ന് പറയുന്നത് വല്ലപ്പോഴും സിനിമക്കാർ വരുമ്പോൾ അവർ കൊടുക്കുന്ന റെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ മെയിൻ റവന്യൂസ്. അത് കാരണം ഇവർ പറയുന്നത് ഗോയിങ് ഫോർവേഡ് ഫണ്ട് വരുന്നതിനനുസരിച്ച് ഒരു മുംബൈയിലോട്ട് വരാനുള്ള ഒരു സ്റ്റെപ്സും കാര്യങ്ങളും മറ്റുമൊക്കെ ഇവർ ഫെസിലിറ്റേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത്. സോ വളരെ മനോഹരമായിട്ടുള്ളൊരു ലൊക്കേഷനാണത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് സീതാർകുണ്ട് എന്ന് പറയുന്ന വേറൊരു സ്ഥലത്താണ്. സോ ഞാൻ പറഞ്ഞ പോലെ ഈ സമ്മറിൻ്റേതായിട്ടുള്ള ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതാണ്. ഇതിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അത് വളരെ ഇതിൻ്റെ ഒരു ബ്യൂട്ടിയും ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. ഇതിവിടെ ഡയറക്റ്റായിട്ട് വന്നിട്ട് യാത്ര ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്കതിൻ്റെ ഒരു കംഫർട്ട് ലെവലും ഇതിൻ്റെ ഒരു സുഖവും അതുപോലെ ബ്യൂട്ടിയും നമുക്ക് മനസ്സിലാവും. സോ നമ്മൾ ഈ
ഹെഡിങ് ടുവേർഡ്സ് സീതാർകുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതാ കാണുന്ന മലനിരകളൊക്കെ നെല്ലിയാമ്പതി ഹിൽസാണ്. സോ സീതാർകുണ്ട് വാട്ടർഫാൾസ്, ആ വാട്ടർഫാൾസ് മഴക്കാലത്തൊക്കെയാണ് ഒരുപാട് വെള്ളം വരുന്നത്. അതിൻ്റെ സോഴ്സ് നെല്ലിയാമ്പതി ഹിൽസാണ്. അതിൻ്റെ ഏറ്റവും താഴത്തോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഓൾമോസ്റ്റ് റീച്ചായി ഇവിടെ. സോ ഇവിടെയാണ് അതിൻ്റെ പാർക്കിങ്. സോ ഇത് ഫ്രീ പാർക്കിംഗ് ആണ്. പെയ്ഡ് പാർക്കിങ്സ് ഒരുപാടുണ്ട്. പിന്നെ ഇതിൻ്റെ ചുറ്റുവശത്തൊക്കെ ആയിട്ട് ഒരുപാട് റിസോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മളിവിടെ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് അങ്ങോട്ട് നടക്കാനുണ്ട്. സോ ഇവിടെയൊക്കെ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആവുകയാണെങ്കിൽ നല്ലൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിരിക്കും. സോ ഇപ്പം ഇതൊക്കെ ഫ്രീ ആണ്, നോ എൻട്രി ഫീസ്. സോ ആ സമയത്ത് ഡെവലപ്പ് ആകുന്ന സമയത്ത് എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. സോ ഇതാണ് സീതാർകുണ്ട് വാട്ടർഫാൾസ്. മഴക്കാലത്ത് ഒരുപാട് വെള്ളം ഇങ്ങനെ വാട്ടർ ഫ്ലോ ഉള്ള സ്ഥലമാണിത്. മാത്രമല്ല മഴക്കാലത്ത് നമ്മൾ ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ ആ നെല്ലിയാമ്പതി ഹിൽസിൽ നിന്ന് വെള്ളം വീഴുന്ന ആ ഒരു വെള്ള മാർക്ക് പോലെ അങ്ങനെ കാണാനൊക്കെ കഴിയും സ്ഥലമാണ്. കണ്ടല്ലോ, വെള്ളമില്ലാഞ്ഞിട്ട് ആളുകൾ പാറക്കെട്ടിനകത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. സോ ഈ സീതാർകുണ്ട് എന്ന് പറയുന്നതും പഴയ മിത്തോളജി ആയിട്ട് രാമായണമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ട്. നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ഗൂഗിൾ ഇറ്റ്. സോ ഇവിടെ നിന്ന് മേളിലോട്ട് നമ്മൾ അങ്ങനെ ക്യാമറ കാണുന്ന മേളിൽ നിന്നാണ് വെള്ളം ഇങ്ങോട്ട് താഴോട്ട് വരുന്നത്. സോ ഇതാണ് കൊല്ലങ്കോട് വീഡിയോ. താങ്ക് യു സോ മച്ച്.